Today is Good Friday, 2024, 4/18. 18ാമത്തെ ദിവസം, ജനുവരി, മാർച്ച്, ഏപ്രിൽ 18. ഇന്ന് ലോകമെമ്പാടും ഗുഡ് ഫ്രൈഡേയും ദുഃഖവെള്ളിയാഴ്ചയും സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഇന്ന് ഞാൻ ഞങ്ങളുടെ ചർച്ചിൽ പോയി. അത് ഗുഡ് ഫ്രൈഡേ ആയിരുന്നു. അമേരിക്കയിലാണ്, ഹ്യൂസ്റ്റണിൽ ഉള്ളതാണ് ചർച്ച. അപ്പോൾ ഇത് ദുഃഖവെള്ളിയാഴ്ചയും ഗുഡ് ഫ്രൈഡേയും ആണെന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ, കേരളത്തിൽ അതാണ് ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയുന്നതും വളരെ കറക്റ്റാണ്. യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറച്ച കാര്യങ്ങളാണ് ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത് എല്ലാവരും. ഇത് അനേക വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യമാണ്. യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് പോയി ഉയർത്തെഴുന്നേറ്റു. എന്നിട്ട് ശിഷ്യന്മാരോട്, സ്വന്തം മാതാവിനോടും ഒക്കെ സംസാരിച്ചു. യേശുക്രിസ്തു അനേക നന്മകൾ ചെയ്തു. യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറച്ച കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണുമ്പോൾ എനിക്ക് വ്യക്തിപരമായി വലിയൊരു മനപ്രയാസമുണ്ട്. കാരണം യേശുക്രിസ്തു നമ്മുടെ ദൈവമായിരുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ ഒരു മകനായിരുന്നു. അപ്പോൾ യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചത് ഒരു മനുഷ്യനായിട്ടാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറച്ച് കൈകളിലും കാലിലും ഒക്കെ ആണികൾ അടിച്ച് വേദന ഉണ്ടാക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അതേ വേദന യേശുക്രിസ്തുവിനും ഉണ്ടാകും. അപ്പോൾ അപ്രകാരം വിശ്വസിക്കുന്ന അനേക ക്രിസ്ത്യാനികൾ യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറച്ച പോലുള്ള ആത്മഹത്യൽ വേദനയിൽ കൂടെ അവർ മരിച്ചു. അപ്പോൾ അവരും ആത്മാർത്ഥമായിട്ട് അപ്രകാരം ചെയ്ത ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും യേശുക്രിസ്തു അവരെ സ്വർഗപരദേശയിലേക്ക് കൊണ്ടുപോയി വലിയ സന്തോഷകരമായ ഒരു പുതിയ ജീവൻ കൊടുക്കും. യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചപ്പോൾ രണ്ട് വലിയ കള്ളന്മാരെ ഇടത്തും വലത്തുമായിട്ട് സൃഷ്ടിച്ചു. ആ വലത്തുഭാഗത്ത് ഉണ്ടായിരുന്ന കള്ളൻ യേശുക്രിസ്തുവിനോട് ചോദിച്ചു, എന്നെ കൂടെ ഓർത്തുകൊള്ളണമേ. യേശുക്രിസ്തു അതിശ്രേഷ്ഠമായ ഒരു മറുപടിയാണ് അവന് കൊടുത്തത്. അപ്പോൾ അവന് വിശുദ്ധ കുർബാന കൊണ്ടിട്ടുള്ളതല്ല, മാമോദീസ ചെയ്തിട്ടുള്ളതല്ല, ഈ ലോകത്തിൽ ഒരു നന്മകളും ചെയ്തിട്ടുള്ളത് വലിയൊരു കള്ളനായിരുന്നു. അപ്പോൾ അവന് എന്തുകൊണ്ടാണ് യേശുക്രിസ്തു അവനെ ഹെൽപ്പ് ചെയ്തത്? അവനെയും ക്രൂശിൽ തറച്ചപ്പോൾ അവന് മനസ്സിലായി, ഇത് യേശുക്രിസ്തുവാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെയാണ്. ഞാൻ ഇനിയും എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷവും ഉണ്ടാകില്ല. ഞാൻ സ്വർഗപ്രദേശയിലേക്ക് പോകുവാൻ എനിക്ക് അവസരം കിട്ടിയില്ലെങ്കിൽ അത് വലിയൊരു വേദനയാണ്. അപ്പോൾ യേശുക്രിസ്തുവിനോട് ആത്മാർത്ഥമായി എന്ന് ചോദിക്കുവാൻ അവന് വലിയ ആഗ്രഹമുണ്ടായി. അപ്രകാരം വളരെ ആത്മാർത്ഥമായി അവൻ യേശുക്രിസ്തുവിനോട് ചോദിച്ചു. അതാണ് യേശുക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ ഒരു മറുപടി. എല്ലാവരും അത് പറയത്തില്ല. ചർച്ചകളിലൊക്കെ ചെന്നാലൊന്നും ഈ മെസ്സേജുകളൊന്നും കേൾക്കത്തില്ല. നീ ഇന്ന് എന്നോടുകൂടി സ്വർഗപരദേശയിൽ ഇരിക്കും എന്നാണ് യേശുക്രിസ്തുവിൻ്റെ മറുപടി. യേശുക്രിസ്തുവിൻ്റെ ആ മറുപടി കേൾക്കുമ്പോൾ, വിശുദ്ധ ബൈബിളിൽ അതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. യേശുക്രിസ്തു 3-ാം ദിവസമാണ് ഉയർത്തെഴുന്നേറ്റത് എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു ആ കള്ളനെയും കൊണ്ട് സ്വർഗപ്രദേശയിലേക്ക് പോയി. സ്വന്തം പിതാവ് യേശുക്രിസ്തുവിനെ സ്വർഗപ്രദേശയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ യേശുക്രിസ്തു അത് കഴിഞ്ഞിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ രണ്ട് ശിഷ്യന്മാരോടൊപ്പം എരിഹോസിൽ നിന്ന് എമ്മൗസിലേക്ക് 2 ശിഷ്യന്മാരോടൊപ്പം നടന്നു. അപ്പോൾ അവരോടൊപ്പം നടന്നപ്പോൾ ആ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല ഇത് യേശുക്രിസ്തുവാണ്.
അപ്പോൾ യേശുക്രിസ്തു പലപ്പോഴും നമ്മളെ അടുത്ത് വരുമ്പോഴും നമുക്കും ചിലപ്പോൾ മനസ്സിലാകത്തില്ല. പക്ഷെങ്കിൽ യേശുക്രിസ്തു നമ്മളെ സഹായിക്കും. അതൊക്കെയാണ് നമ്മൾ ചില നന്മകൾ ഒക്കെ അറിയേണ്ടത്. അപ്പോൾ ഒരു കാര്യം വളരെ ബൈബിളിൽ പൂർണ്ണമായി പറയുന്നുണ്ട്. വിശുദ്ധ വചനങ്ങളിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവരും ആത്മാർത്ഥമായി നമ്മുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കും. യേശുക്രിസ്തു ഇവിടെ ഈ ലോകത്തിൽ വേദനയിൽ കൂടെ കടന്നുപോയപ്പോൾ യേശുക്രിസ്തു ചെയ്ത ഒരു നന്മ വളരെ ആത്മാർത്ഥമായി സ്വന്തം പിതാവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ആ പ്രാർത്ഥന ദൈവം കേട്ടു. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നടത്തുകയായിരുന്നില്ല, യേശുക്രിസ്തുവിനെ ബലപ്പെടുത്തി. ഈ ലോകത്തിൽ അനേക വ്യക്തികൾ യേശുക്രിസ്തുവിനെ വേദനിപ്പിച്ചു. എന്നാൽ യേശുക്രിസ്തു ആരെയെങ്കിലും വേദനിപ്പിച്ചോ? അനേകർക്ക് പൂർണ്ണ സൗഖ്യം കൊടുത്തു. അനേക വ്യക്തികൾക്ക് മരിച്ചവരെ ഉയർത്തെഴുന്നേൽക്കുവാൻ ഒരു അവസരം കൊടുത്തു. അപ്രകാരം ഉള്ള അനേക നന്മകൾ യേശുക്രിസ്തു ഈ ലോകത്തിൽ ചെയ്തു. ഇതാണ് നമ്മളുടെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. അപ്പോൾ ഈ ലോകത്തിലെ എല്ലാ വ്യക്തികളും യേശുക്രിസ്തുവിനെ ആത്മാർത്ഥമായി മനസ്സിലാക്കിയാൽ അത് വലിയ ഒരു നന്മയായിരിക്കും. ഒരു കാര്യം ഈ ലോകത്തിലെ എല്ലാ വ്യക്തികൾക്കും അറിയില്ല. എല്ലാവരും ഈ ലോകത്തിൽ പൂർണ്ണമായിട്ട് ജീവിക്കത്തില്ല. 1000 വർഷങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കത്തില്ല. 100 വർഷം പോലും ജീവിക്കുന്നവർ വളരെ ചുരുക്കമാണ്. അപ്പോൾ എല്ലാവരും ഈ ലോകം വിട്ട് കടന്നു പോകും, മരിക്കും. യേശുക്രിസ്തു മരിച്ചതുപോലെ മരിക്കും. അപ്പോൾ ഒരു കാര്യം എല്ലാവർക്കും അറിയില്ല. അത് കഴിഞ്ഞ് ഈ ലോകം വിട്ട് കടന്നു പോകുമ്പോൾ ദൈവം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയാൽ സന്തോഷകരമായ ഒരു പുതിയ ജീവൻ കൊടുക്കുവാണ്. ഈ ലോകത്തിൽ ജീവിച്ചതിനേക്കാൾ 1000 മടങ്ങ് സന്തോഷകരമായ ഒരു പുതിയ ജീവൻ ദൈവം കൊടുക്കും. അതൊന്നും എല്ലാവർക്കും അറിയില്ല. അതൊക്കെ ഈ ലോകത്തിലെ സകല വ്യക്തികളും ഇതൊക്കെ അറിഞ്ഞാൽ അതൊക്കെ ഈ ലോകത്തിൽ വലിയ ശാന്തിയും സമാധാനവും പ്രത്യാശയും ധൈര്യവും ഉണ്ടാകും. ഒരു പ്രതിസന്ധിയും ഉണ്ടാകത്തില്ല. അനേകര് വേദനയിൽ കൂടെ കടന്നു പോകുന്നത് എങ്ങനെയാണ്? അനേക വ്യക്തികൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചു. അനേകരെ കൊല്ലുന്ന വ്യക്തികളുമുണ്ട്. ചില വ്യക്തികൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് ഒരു വ്യക്തികളെ കൊല്ലുന്നതാണ്, അവൻ മരിച്ച് കിടക്കുന്നത് കാണുന്നതാണ് എനിക്ക് വലിയ സന്തോഷമെന്ന്. അപ്പം അപ്രകാരം ചെയ്യുന്ന കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ദൈവത്തിൽ സ്നേഹത്തിൽ വിശ്വസിക്കുന്ന യേശുക്രിസ്തു ലോകത്ത് ചെയ്തതുപോലെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവരാരും അപ്രകാരം ഒരു തെറ്റുകളും കുറ്റങ്ങളും ഒന്നും ചെയ്യത്തില്ല. അതാണ് യേശുക്രിസ്തുവിനെ ഈ ലോകത്തിൽ ദൈവം കൊണ്ടുവന്നത്. ഇതാണ് നമ്മുടെ ദൈവമാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്, നമ്മളെ സൃഷ്ടിച്ചത് എല്ലാം നമ്മുടെ ദൈവമാണ്. ഇതൊക്കെയാണ് നമ്മുടെ ദൈവത്തിൻ്റെ പ്ലാന്. ഇത് ലോകത്തിൽ അനേക വ്യക്തികളെ പറഞ്ഞ് മനസ്സിലാക്കാം. ഞാൻ അനേക ചർച്ചകളിൽ പോയി മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹം ലോകത്തിൽ അനേക വ്യക്തികളെ ഈ ദൈവസ്നേഹം യേശുക്രിസ്തു ചെയ്ത നന്മകൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്നുള്ളത്. അതാണ് എൻ്റെ വലിയ ആഗ്രഹം. യേശുക്രിസ്തുവിൽ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെയും ഏറ്റവും വലിയ നന്മകളായി ആയിരിക്കും. അത് ഒരു നല്ല കാര്യങ്ങളാണ്. ഈ ലോകത്തിൽ എല്ലാവരും ചെയ്യുന്നത് പല വിധത്തിലുള്ള പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നവരും ഇപ്പം ചെറിയുന്ന അച്ഛന്മാരും തിരുമേനിമാരൊക്കെ വളരെ ആത്മാർത്ഥമായി ശ്രമിച്ചു. എൻ്റെ കുടുംബത്തിലുള്ള ഒരു തിരുമേനി പറഞ്ഞ ഒരു കാര്യം, ജീവിച്ചാലും മരിച്ചാലും ദൈവം മാത്രം മതി എനിക്ക്, ജീവനും മരണവും ഒരുപോലെ കാൽവറി തന്നൊരു വൻധൈര്യം. ജീവിച്ചാലും മരിച്ചാലും ദൈവം മാത്രം മതി എനിക്ക്. ആ തിരുമേനിയപ്പച്ചൻ്റെ ആത്മാർത്ഥമായ അതെൻ്റെ ഹൃദയസ്പന്ദനമാണെന്ന് പറഞ്ഞത് തിരുമേനിയപ്പച്ചൻ എഴുതിയ ഒരു പാട്ടാണ്. ലോകത്തിൽ അനേക വ്യക്തികൾ ഈ പാട്ടുകൾ ഇപ്പോൾ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്രകാരം വിശ്വസിക്കുന്ന അനേക വ്യക്തികൾ ഈ ലോകത്തിലും ഇപ്പോഴും ഉണ്ട്. അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മകൾ. ആ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ
എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്.